ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഇന്നൊരു കഥ കേൾക്കാട്ടോ. പണ്ട് ബാസുരാംഗൻ എന്നൊരാൾ ജീവനപുരി എന്ന നാട്ടിൽ താമസിച്ചിരുന്നു. ആ പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സുന്ദരനായ ശരീരമുള്ളവൻ. ബാസുരാംഗൻ ആളൊരു കള്ളനായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു അമ്പലത്തിൽ ചെന്നു. കക്കാനുള്ള രാക്ക് നോക്കി നടക്കുമ്പോൾ അവിടെ കുറേ പേരിരിക്കുന്നത് അയാൾ കണ്ടു. അതെന്താണെന്നറിയാൻ അയാൾ അവരുടെ ഇടയിലേക്ക് ചെന്നു. അവിടെ ഒരു മഹാത്മാവ് കൃഷ്ണകഥ പറയുന്നു. മിന്നും പൊന്നിൻ കിരീടം, തരിവള പടക്കം, കാഞ്ചി പൂഞ്ചേലമാല, ധന്യ ശ്രീവത്സ സത്കൗസ്തുഭം, ഇടകലരും ചാരുതോരന്തരാളം എന്ന ശ്ലോകം ചൊല്ലി വർണ്ണിക്കുകയാണ്. ബാസുരാംഗന് ഒന്നും പിടികിട്ടിയില്ല. അതിൽ മുത്തും രത്നവും പതിച്ച ആ പൊന്നിൻ കിരീടത്തെ കുറിച്ച് കേട്ടപ്പോൾ ബാസുരാംഗന് വലിയ കൊതി തോന്നി. ആകെ അയാൾ കേട്ടത് അത്രേ ഉള്ളൂ, അത് കിട്ടിയാൽ നന്നായി, അതോടെ മോക്ഷം നിർത്തി മാന്യമായി ജീവിക്കാമായിരുന്നു എന്ന് കരുതി അയാൾ ആരാണ് ഈ കൃഷ്ണൻ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. എവിടെ ചെന്നാലാണ് കൃഷ്ണനെ കാണുക? സത്സംഗം കഴിഞ്ഞു എല്ലാവരും പോയപ്പോൾ ബാസുരാംഗൻ കഥ പറഞ്ഞ ആളുടെ കൂടെ കൂടി. അല്ല, അങ്ങ് ഇപ്പോൾ പറഞ്ഞത് ആരുടെ കിരീടത്തെ കുറിച്ചാണ്? ഭക്തൻ ചിരിച്ചു. കിരീടത്തിന്റെ കാര്യം മാത്രമേ മനസ്സിൽ പതിഞ്ഞുള്ളൂ അല്ലേ? കൃഷ്ണന്റെ കിരീടമാണത്. ബാസുരാംഗൻ ഉടൻ ചോദിച്ചു, ഈ പറഞ്ഞ കൃഷ്ണൻ എവിടെയാണ് താമസം? എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഭക്തൻ ബാസുരാംഗനെ നന്നായൊന്ന് നോക്കി. കൃഷ്ണനെ കാണാനോ? യോഗികൾക്ക് പോലും കാണാൻ പ്രയാസമുള്ള ഭഗവാനെ കാണണത്രേ. അദ്ദേഹം വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദ്വാരക എന്ന സ്ഥലത്താണ് കൃഷ്ണന്റെ താമസം. ദ്വാരകയോ? അതെവിടെയാണ്? അതുകൂടി പറഞ്ഞു തരൂ. ആ ഭക്തന് അല്പം പരിഹാസം തോന്നി. എന്നാലും പറഞ്ഞു, ഇവിടെ നിന്ന് കുറേ വടക്കോട്ട് സഞ്ചരിച്ച ദ്വാരകയിലെത്തും. 1 മാസം നടന്നാലേ അവിടെ എത്താനാകൂ. അത് പറഞ്ഞ് അദ്ദേഹം പോയി. ബാസുരാംഗൻ ചിന്തിച്ചു, 1 മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. ദ്വാരകയിൽ എങ്ങനെയെങ്കിലും ചെന്നെത്തി കിരീടം മോഷ്ടിക്കണം. അത് കിട്ടിയാൽ പിന്നെ എല്ലാ കഷ്ടപ്പാടും തീരല്ലോ. അവൻ നിശ്ചയിച്ചു, പോവുക തന്നെ. അയാൾ യാത്ര തിരിച്ചു. മറക്കാതിരിക്കാൻ വേണ്ടി കൃഷ്ണൻ, ദ്വാരക എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ട് യാത്ര തുടർന്നു. ഉറക്കത്തിലും കൃഷ്ണനും ദ്വാരകയും കിരീടവും മാത്രമായി മനസ്സിൽ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും അയാൾ കൃഷ്ണൻ, ദ്വാരക എന്ന് ഇടവിടാതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അസ്മാത്ഖേനാഭ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത് എന്നാണല്ലോ കണ്ണൻ്റെ മതം. ഏത് വിധത്തിലായാലും എന്നെ ആഗ്രഹിച്ചാൽ ഞാൻ അയാളുടെ എന്നാണ് കണ്ണൻ പറയുന്നത്. കണ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ അന്വേഷിച്ച് നടന്നു വലഞ്ഞ് ദ്വാരകയിലെത്തിയപ്പോൾ അതാ സുന്ദരനായ യുവാവ് കിരീടവും കയ്യിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു സൗന്ദര്യം! ആരെയും വശീകരിക്കുന്ന പുഞ്ചിരി! ഇതാണോ കൃഷ്ണൻ? എൻ്റെ ഉള്ളിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതി നിറയുന്നുവല്ലോ. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ അയാളോട്, ചങ്ങാതി, താങ്കൾ വളരെയധികം ക്ഷീണിതനാണല്ലോ, വരൂ എന്ന് പറഞ്ഞ് മന്ദിരത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന അല്പം തീർത്ഥജലം കുടിക്കാൻ കൊടുത്തു. ഒരല്പ ജലമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും എന്തൊരത്ഭുതം! വിശപ്പും ദാഹവും യാത്രാക്ഷീണവും എല്ലാം മാറി
അയാൾ ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ കണ്ണൻ പറഞ്ഞു, അങ്ങയുടെ ക്ഷീണമെല്ലാം മാറിയില്ലേ? എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ വളരെ വിലപിടിപ്പുള്ള ഈ കിരീടം ആരെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടതെന്ന് ഓർത്ത് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങ് വന്നത്. താങ്കളോട് എനിക്ക് വളരെ സ്നേഹവും വിശ്വാസവും തോന്നുന്നു. താങ്കൾ ഈ കിരീടം കാത്തു സൂക്ഷിക്കുമോ? ഞാൻ കിരീടം അന്വേഷിച്ച് വന്നതാണെന്ന് കൃഷ്ണൻ എങ്ങനെ അറിഞ്ഞു? അത്ഭുതത്തോടെ അയാൾ എന്തോ പറയാനൊരുങ്ങിയപ്പോഴേക്കും കൃഷ്ണൻ കിരീടം വാസുരാഗന്റെ കയ്യിൽ കൊടുത്തു. മോഷ്ടിക്കണമെന്ന് വിചാരിച്ച് കിരീടം യാതൊരു പ്രയാസവും കൂടാതെ കയ്യിൽ കിട്ടിയപ്പോൾ വാസുരാഗന് അതിൽ ഭ്രമം തോന്നിയതേയില്ല. അതിനേക്കാൾ പ്രിയം അയാൾക്ക് കൃഷ്ണനോടാ തോന്നി. ആ കിരീടത്തിലേക്ക് നോക്കിയപ്പോൾ വിലപിടിപ്പുള്ള രത്നങ്ങൾക്ക് പകരം കൃഷ്ണന്റെ പുഞ്ചിരി തൂകുന്ന മുഖമാണ് കണ്ടത്. അയാൾ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് അങ്ങയെ പിരിയാനാവില്ല. ഈ കിരീടം അങ്ങ് മറ്റു വല്ലവരെയെ ഏൽപ്പിക്കൂ. ഞാൻ അങ്ങയുടെ കൂടെ വരുന്നു. കൃഷ്ണനാമം ഇടവിടാതെ ജപിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അയാളുടെ മനസ്സ് എല്ലാം വിട്ട് കൃഷ്ണനോടടുത്തു. അയാളുടെ മനസ്സ് പൂർണ്ണമായി കൃഷ്ണനെയാണെന്നറിഞ്ഞ കണ്ണൻ പറഞ്ഞു, ചങ്ങാതി, നീ എൻ്റെ കൂടെ വരണ്ട. ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടാകൂ. നിന്നെ പിരിയുവാൻ എനിക്ക് കഴിയില്ല. അതാണ് നാമമഹിമ. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഗഹരം എന്നല്ലേ? അതുകൊണ്ട് കണ്ണനെ വേണമെന്നുള്ളവർ എല്ലാം സദാ നാമം ജപിക്കൂ. ഒന്നിനു വേണ്ടിയല്ല, വെറുതെ ആ നാമം ജപിച്ചുകൊണ്ടിരുന്നു കണ്ണൻ അവരുടെ അടുത്ത് ഓടിയെത്തും. സത്യമാണ് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവരും നാമം ജപിക്കൂട്ടോ. കണ്ണൻ ഓടിയെത്തും.